നമസ്കാരം KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ പോലീസ് അസോസിയേഷന്റെയും റെസിഡൻസ് അസോസിയേഷന്റെയും കൂട്ടായ്മകൾ സൗജന്യ ഭവന പദ്ധതിക്ക് രൂപം നൽകി. മതങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ നിലനിർത്തുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കടയടപ്പ് സമരം ജില്ലയിൽ പൂർണ്ണമായി. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വ്യാപാരികൾ പിക്കറ്റ് ചെയ്തു. പെട്രോൾ പമ്പുടമകളും സമരത്തിൽ. വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജില്ലയിൽ പണിമുടക്കിയ നഴ്സുമാർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ പ്രതിഷേധം. DYFI പ്രവർത്തകർ ബുധനാഴ്ച പാലക്കുന്നിലും കാഞ്ഞങ്ങാട്ടും റോഡ് ഉപരോധിക്കും. മദ്യവിരുദ്ധ സമരം 100 ദിവസം പിന്നിട്ടിട്ടും പരിഹാരമില്ല. കുമ്പള നാരായണമംഗലത്ത് സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ വ്യാപക പ്രതിഷേധത്തിൽ. കാസർഗോഡ് മുതൽ കോട്ടയം വരെ മിന്നൽ ബസ് സർവീസിന് തുടക്കം കുറിച്ച് KSRTC. KSRTCയുടെ രണ്ടാമത്തെ ദീർഘദൂര സർവീസിന് കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും ഉജ്ജ്വല തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചില സംഘടിത ശ്രമങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ കാസർഗോഡ് ജില്ലാ പോലീസ് അസോസിയേഷന്റെയും റെസിഡൻസ് അസോസിയേഷന്റെയും കൂട്ടായ്മകൾ സൗജന്യ ഭവന പദ്ധതിക്ക് രൂപം നൽകി. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങളെ ഒരു കുടക്കീഴിലെത്തിക്കുകയും ബന്ധങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന മതിലുകൾ തകർക്കുകയാണ് ലക്ഷ്യമെന്നും സംഘാടകർ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ മാനവമൈത്രി നിലനിർത്താൻ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ ഫ്രാക്കും റാപ്പിഡും സംയുക്തമായാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഫ്രാക്ക് തിരഞ്ഞെടുത്ത വിവിധ വിഭാഗത്തിലെ ബ്രിജിത ജോണി, M പുഷ്പമണി, M സെറീന എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 3 പേർക്ക് വീട് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ചെർക്കല ബംബ്രാണിയിലെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സ്ഥലത്തിന്റെ പട്ടയ വിതരണമാണ് കാസർഗോഡ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നത്. കലക്ടർ ജീവൻ ബാബു പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അതിനേക്കാളും വലിയ വലിയ ചിന്തകളെല്ലാം മനസ്സിലേക്ക് ഇട്ട് എങ്ങനെയാണ് അടുത്ത ഒരാളെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നത്, എങ്ങനെയാണ് ഇവിടെയുള്ള ഒരു പ്രശ്നം നമ്മൾ കുറച്ചുകൂടി മലബാറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. മതം നല്ലതാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ മതമുണ്ടാകും. മതം എന്നൊരു വാക്കിന് അത് ദൈവചിന്തയൊന്നുമല്ല. പണ്ടുകാലങ്ങളിൽ മലയാളത്തിലെങ്കിലും മതം എന്നതുകൊണ്ട് അവന്റെ മതം എന്നതുകൊണ്ട് അവന്റെ അഭിപ്രായങ്ങൾ മതം. യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി IG സൈമൺ അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ സമാധാനം നിലനിർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് സഹായിക്കുക കഴിയും പോലീസിന്റെ അന്ന് ഈ പോലീസിന്റെ പ്രവർത്തനത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വേണം നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിലൊരു പ്രോഗ്രാമാണ് ഈ പരിപാടിയിൽ ADM K അംബുജാക്ഷൻ, MK രാധാകൃഷ്ണൻ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, അശോകൻ കുണിയേരി, MC ശേഖരൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. റാപ്പിഡിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ്. മൈത്രി സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിൻ്റെ ആദ്യപടിയായി കുട്ടികളിൽ നിന്ന് 1 രൂപയാണെങ്കിൽ 1 രൂപ ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച് വേണം ഈ പദ്ധതി നടപ്പിലാക്കാനാണ് നമ്മുടെ തീരുമാനം. അതുപോലെ വിവിധ സർവീസ് സംഘടനകൾ, പോലീസ് സംഘടനകൾ, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് നിന്നൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സംഖ്യ സ്വരൂപിച്ച് വേണം ഈ വീട് നമുക്ക് നടപ്പിലാക്കേണ്ടത്. 3 വീടുകളാണ് എടുക്കുന്നത്. 32 ലക്ഷത്തോളം രൂപ ഇതിന് കോസ്റ്റ് വരും. ഇതൊക്കെ സാധാരണക്കാരിൽ നിന്ന് ശേഖരിച്ചാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ചരക്ക് സേവന നികുതി നടപ്പിലാക്കുന്നതിനാവശ്യമായ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ഒരു വിഭാഗം വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരം പൂർണ്ണം.
വ്യാപാരികൾ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പിക്കറ്റ് ചെയ്തു. അതേസമയം പെട്രോൾ ഡീസൽ വിലയിൽ പ്രതിദിന മാറ്റം വരുത്തുന്ന രീതിയിൽ പ്രതിഷേധിച്ച് പമ്പുടമകളും പെട്രോൾ പമ്പുകൾ അടച്ച് പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് ഒരു വിഭാഗം വ്യാപാരികളും കോഴിക്കച്ചവടക്കാരും പമ്പുടമകളും നടത്തിയ സമരം ജില്ലയിൽ പൂർണ്ണമായിരുന്നു. GSTയുടെ പേരിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതിയാണ് വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിച്ചത്. എന്നാൽ ഇടതു സംഘടനയായ വ്യാപാര വ്യവസായ സമിതി സമരത്തിൽ നിന്നും വിട്ടുനിന്നു. വ്യാപാരികൾ യൂണിറ്റ് കേന്ദ്രീകരിച്ച് പ്രകടനം നടത്തി. കാസർഗോഡ് യൂണിറ്റ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പിക്കറ്റ് ചെയ്തു. AK മൊയ്തീൻ കുഞ്ഞി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരള വ്യാപാരി വ്യവസായ സമിതി നിലവിൽ വന്നിട്ട് 4 പതിറ്റാണ്ട് കാലമായി ഉപജീവനത്തിന് വേണ്ടി വ്യാപാരം തൊഴിലായി സ്വീകരിച്ച വ്യാപാരികൾ ഒരിക്കലും തന്നെ അന്യായമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവരാണ് കേരളത്തിലെ വ്യാപാരി ജനങ്ങൾ. ജില്ലാ ജനറൽ സെക്രട്ടറി നാഗേഷ് ഷെട്ടി, ജില്ലാ സെക്രട്ടറി TA ഇല്യാസ്, അഷറഫ്, ഷെരീഫ്, അബ്ദുൾ റഹ്മാൻ, ബഷീർ കല്ലങ്കടി തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോൾ ഡീസൽ വിലയിൽ പ്രതിദിന മാറ്റം വരുത്തുന്ന രീതിയിൽ പ്രതിഷേധിച്ച് പമ്പുടമകൾ നടത്തിയ സമരവും ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ പലയിടങ്ങളിലും സ്റ്റോക്ക് തീർന്നത് വാഹനയാത്രക്കാരെയും ബാധിച്ചു. അപ്രതീക്ഷിത യാത്രക്കാർക്കും സമരം തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് KCN. വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരും അനിശ്ചിതകാല പണിമുടക്ക് സമരം ആരംഭിച്ചു. ഇന്ത്യൻ നഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയ നഴ്സുമാർ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ജില്ലയിലെ നിരവധി പ്രമുഖ ആശുപത്രിയിലെ നഴ്സുമാരാണ് അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കുന്നത്. വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടക്കുന്നത്. പണിമുടക്കിയ നഴ്സുമാർ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് തല ഉദ്ഘാടനം ദേശീയ സെക്രട്ടറി വിനീത് കൃഷ്ണൻ നിർവഹിച്ചു. 12 ആശുപത്രികളായ 900ഓളം നഴ്സുമാർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മറ്റുള്ള ജില്ലകളിൽ നിന്നും ഈ പറയുന്ന സമരം വ്യാപിപ്പിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ ഇന്നലത്തെ നിയമപ്രകാരം യാതൊരു വിധത്തിൽ, അതായത് നമ്മുടെ അറ്റൻഡർമാർക്ക്, ക്ലീനിങ് സ്റ്റാഫിന് വരെ 15,660 രൂപ ബേസ് അടിസ്ഥാന ശമ്പളം നിശ്ചയിച്ച ഗവൺമെൻറ് ഇത്രയും പഠിച്ചിറങ്ങിയ ക്വാളിഫൈഡ് നഴ്സസിന് നിശ്ചയിച്ച ശമ്പളം 17,200 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും തുല്യ ജോലിക്ക് തുല്യവേതനമെന്ന കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു തുച്ഛമായ നാമമാത്രമായ ശമ്പള വർധന, ഈ 17,200 ശമ്പളം വർദ്ധിപ്പിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് തന്നിട്ടുള്ള അടിസ്ഥാന ശമ്പളത്തിന് കൂടെ തന്നിട്ടുള്ള അലവൻസുകൾ, DA പോലുള്ള അലവൻസുകൾ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചുകൊണ്ടാണ് ഈ ശമ്പളം വന്നിട്ടുള്ളത്. അല്ലാതെ ശമ്പള വർധനവ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ശമ്പളം ആ ഒരു രീതിയിൽ എത്തുന്നവർ, സേവന വേതന വ്യവസ്ഥകൾ സുപ്രീം കോടതി പറയുന്ന രീതിയിലേക്ക് പരിഷ്കരിക്കുന്നവരെ സംഘടന സമരത്തിലേക്ക് പോകുന്നതായിരിക്കും. അജീഷ് ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജിതേഷ് കഞ്ഞേരി, ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ ബുധനാഴ്ച വൈകിട്ട് പാലക്കുന്നിലും കാഞ്ഞങ്ങാട്ടും റോഡ് ഉപരോധിക്കും. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാണ് DYFIയുടെ ആവശ്യം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് നിർമ്മാണമെന്ന വ്യവസ്ഥയുടെ ഭാഗമായി ലോകബാങ്ക് സഹായത്തോടെ ആരംഭിച്ചത് ശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണെന്ന് DYFI ആരോപിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലക്കുന്നിലും കാഞ്ഞങ്ങാട്ടും 10 മിനിറ്റ് നേരം റോഡ് ഉപരോധിക്കാനാണ് സംഘടനയുടെ തീരുമാനം. കൃത്യമായ ഓവുചാലോ ഡിവൈഡറോ സ്ഥാപിക്കാൻ KSTP അധികൃതർ തയ്യാറായില്ല. ഇതോടെ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് അനുവദിക്കാൻ സാധിക്കില്ലെന്നും സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കുമ്പള നാരായണമംഗലത്തെ മദ്യവിരുദ്ധ സമരം 100 ദിവസം പിന്നിട്ടിട്ടും പരിഹാര നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 100 കണക്കിന് ആളുകളാണ് സമരരംഗത്തുള്ളത്. സമരം ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം.
കുമ്പളയ്ക്കടുത്തുള്ള നാരായണമംഗലത്ത് ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ നടത്തുന്ന സമരമാണ് 100 ദിവസം പിന്നിട്ടിരിക്കുന്നത്. രാവും പകലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമരം ചെയ്തിട്ടും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വിദ്യാർത്ഥികൾ പലരും സ്കൂൾ വിട്ട് സമരപന്തലിലേക്ക് വരാൻ തുടങ്ങിയതോടെ പ്രതിഷേധം ശക്തമാക്കാനും തുടങ്ങിയിട്ടുണ്ട്. കാലവർഷം ശക്തമായിട്ടും സമരത്തിൽ നിന്നു പിന്തിരിയാൻ നാട്ടുകാർ തയ്യാറല്ല. പ്രശ്നത്തിന് പരിഹാരമാകും വരെ സമരം തുടരുമെന്നാണ് നാട്ടുകാരുടെ നിലപാട്. വനിതാ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളും 100 കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായ നാരായണമംഗലത്ത് മദ്യശാല തുടങ്ങിയാൽ നാടിന്റെ സമാധാന അന്തരീക്ഷം തകരുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മുതൽ കോട്ടയം വരെ മിന്നൽ ബസ് സർവീസിന് തുടക്കം കുറിച്ച് KSRTCയുടെ രണ്ടാമത്തെ ദീർഘദൂര സർവീസാണ് കാസർഗോഡ് കോട്ടയം റൂട്ടിൽ ആരംഭിച്ചത്. വരുമാന വർധനവും ട്രെയിൻ യാത്രക്കാരെ ലക്ഷ്യമിട്ടുമാണ് KSRTC മിന്നൽ സർവീസുകൾക്ക് തുടക്കം കുറിച്ചത്. കാസർഗോഡ് മുതൽ കോട്ടയം വരെയുള്ള മിന്നൽ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് KSRTC. കാസർഗോഡ് ഡിപ്പോയിലെ ആദ്യ സർവീസ് NA നെല്ലിക്കുന്ന് MLA ഫ്ലാഗ് ഓഫ് ചെയ്ത് തുടക്കം കുറിച്ചു. ജനങ്ങളാണ് മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ജനങ്ങളെ സഹകരിക്കണമെങ്കിൽ KSRTC ജനങ്ങൾക്ക് ചേർത്ത് നൽകേണ്ടതുണ്ട്. ജനങ്ങളോട് സഹകരിക്കണം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സർവീസുകൾ സേവനം KSRTC ജനങ്ങൾക്ക് നൽകിയ. ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ KSRTC ഡയറക്ടർ ബോർഡ് മെമ്പർ TK രാജൻ അധ്യക്ഷത വഹിച്ചു. KP രാധാകൃഷ്ണൻ, ശ്രീലത ടീച്ചർ, മോഹൻകുമാർ പാടി, വേണുഗോപാലൻ, ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. 9-ന് പുറപ്പെടുന്ന ബസ് പുലർച്ചെ 5:30-ന് കോട്ടയത്ത് എത്തിച്ചേരും. പയ്യന്നൂർ, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, അങ്കമാലി, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലാണ് അനുവദിച്ച മറ്റു സ്റ്റോപ്പുകൾ. ട്രെയിൻ യാത്രക്കാർക്ക് വളരെയധികം ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ബസ് സർവീസ് ചാർജ് ഉള്ളത്. മിതമായ രീതിയിലുള്ള ബസ് ചാർജുകൾ യാത്രക്കാർക്ക് വളരെയധികം ഉപയോഗപ്രദമാണ്. KSRTCയുടെ തന്നെ മറ്റൊരു സർവീസ് തിരുവനന്തപുരത്തേക്ക് വൈകിട്ട് 6:15-ന് സർവീസ് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. പാർലമെന്റിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള അജണ്ട നടപ്പിലാക്കാൻ RSS സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുകയാണെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്. DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയൂവെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞു. DYFI ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച വർഗീയ വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മതനിരപേക്ഷ മനസ്സിനെ മാറ്റിമറിക്കാനുള്ള കുൽസിത നീക്കങ്ങൾ ചെറുക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പെരുകുന്നത്? അത് രാജ്യം ഭരിക്കുന്ന സർക്കാർ ഈ അക്രമങ്ങളിലൂടെ അധികാരത്തിൽ വന്നവരായതുകൊണ്ട് തന്നെയാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി മുതൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള രാജ്യം ഭരിക്കുന്ന സർക്കാർ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതൃത്വത്തിലുള്ളവരിൽ മഹാഭൂരിപക്ഷവും ഇത്തരം കൊലപാതകങ്ങളിലും വർഗീയ കലാപങ്ങളിലും നേതൃപരമായ പങ്കുവഹിച്ചതിന്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ടവരാണ് എന്നുള്ളതും ഇത്തരം അക്രമങ്ങൾക്ക് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തനം നടത്തുന്നവർക്ക് ഒരു ഊർജമാണ്, ഒരു പ്രചോദനമാണ്. RSSന്റെ ജനദ്രോഹ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കാതെ അവരെ സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് അധ്യക്ഷനായി. DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രേവതി കുമ്പള, K സബീഷ്, CJ സജിത്ത്, PK നിഷാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുമ്പള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ 2017 സംഘടിപ്പിച്ചു. ചോറാണ് ചേറി എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ പരിപാടി ഇച്ചിലമ്പാടി കുത്തിക്കാറ് പാടത്ത് PB അബ്ദുൾ റസാഖ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ണും ജലവും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിന് കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന കൂട്ടായ്മയാണ് മഴപ്പൊലിമ 2017. ഇതിന്റെ ഭാഗമായാണ് കുമ്പള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ചിലമ്പാടി കുട്ടിക്കോൽ പാടത്ത് മഴപ്പൊലിമ സംഘടിപ്പിച്ചത്. ഭക്ഷ്യസുരക്ഷ കൈവരിക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യമുയർത്തി പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. കണ്ടത്തിന് മറുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മറന്നു പോയിട്ടുണ്ട് ചില ആളുകൾ. നമ്മളെ കുട്ടികളെല്ലാം ചോദിക്കുന്നത് ഏത് മരത്തിലാണ് നെല്ല് പിടിക്കുന്നത്. അവരുടെ വിചാരം നെല്ല് മരത്തിൽ പിടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോലും
രക്ഷിതാക്കൾ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. അവർക്ക് രാവിലെ എടുത്ത് സ്കൂളിൽ പോകും, വൈകുന്നേരം വരും. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പുണ്ടരീകാക്ഷ അധ്യക്ഷത വഹിച്ചു. ചെന്നൈ പൂജാരി, AK ആരിഫ്, അരുൺ ആൽവ, സുകേഷ് ഭട്ടാരി, ഗണേഷ് ഭട്ടാരി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാകായിക പരിപാടികൾ മഴപ്പൊഴിമയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. കല്യാൺ സിൽക്സിന്റെ ആടി ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ പ്രമുഖ മില്ലുകൾ നൽകുന്ന വിലക്കിഴിവുകൾ അതേപടി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചതോടെ കാസർഗോഡ് ഷോറൂമിൽ തിരക്ക് വർദ്ധിച്ചതായി ഷോറൂം മാനേജർ KCN ന്യൂസിനോട് പറഞ്ഞു. സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ നിന്നുള്ള പ്രത്യേക കളക്ഷനുകളും കല്യാൺ സിൽക്സിൽ എത്തിയിട്ടുണ്ട്. സാരി, മെൻസ്, ലേഡീസ്, കിഡ്സ് വെയറുകളും പ്രത്യേക വിലശ്രേണിയിൽ ഇവിടെ ലഭിക്കും. 50% വരെ വിലക്കിഴിവാണ് കല്യാൺ സിൽക്സ് ഷോറൂം ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നത്. ആടി സിൽക്സ് ഡിസ്കൗണ്ട് സെയിലിലായി ഏറ്റവും പുതിയ കളക്ഷനുകൾ എത്തിച്ചതായും മാനേജ്മെന്റ് അറിയിച്ചു. കാസർഗോഡ് ഷോറൂമിൽ ആടി ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചതോടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. കാഞ്ഞങ്ങാട് കേന്ദ്രമായി ഫോറം ഫോർ മീഡിയ സ്റ്റഡീസ് രൂപീകരിച്ചു. അംഗത്വ വിതരണം കാഞ്ഞങ്ങാട്ട് നടന്നു. സാഹിത്യം, സിനിമ, നാടകം തുടങ്ങിയ മേഖലകളിൽ പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഫോറം ഫോർ മീഡിയ സ്റ്റഡീസ് ആരംഭിച്ചത്. അംഗത്വ വിതരണം കാഞ്ഞങ്ങാട് റെസ്റ്റ് ഹൗസിൽ നടന്നു. ആദ്യ അംഗത്വം നീലേശ്വരം V ശശിക്ക് കൈമാറിക്കൊണ്ട് അഡ്വക്കേറ്റ് MC ജോസ് നിർവഹിച്ചു. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മറ്റ് പ്രദേശങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രാഷ്ട്രീയ രംഗത്താണെങ്കിലും സാംസ്കാരിക മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഒരു പൊതുവിടം കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കാഞ്ഞങ്ങാട് എന്നൊരു പ്രത്യേകത കാഞ്ഞങ്ങാട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ എല്ലാവരും അതിനോട് സഹകരിക്കുകയും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷനിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത്. ഇവിടെ നാരായണനും അതുപോലെ തന്നെ ബാലമാഷും ചൂണ്ടിക്കാണിച്ചതുപോലെ ഡോക്ടർ C ബാലൻ അധ്യക്ഷനായി. ഷുക്കൂർ കോളിക്കര, AV രാമകൃഷ്ണൻ, സുരേഷ് മോഹൻ, മുഹമ്മദ് കുഞ്ഞി, V ശശി നീലേശ്വരം, C നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന ആവശ്യം അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, ദേശീയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, സ്വകാര്യവൽക്കരണ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഭാഗത്ത് സുപ്രീം കോടതി പറയുന്നു തുല്യ ജോലിക്ക് തുല്യവേതനം. അധ്യാപിക ജോലി ചെയ്യുന്ന ഒരു പ്രൈമറി അധ്യാപകരുടെ ശമ്പളം അംഗനവാടി അധ്യാപകർക്ക് കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് ഇവിടെ പരിമിതമായ തോതിൽ ഇപ്പം 10,000 എത്തിച്ചുള്ളൂ, വർക്കർമാർക്ക് 7,000. അത് സംബന്ധിച്ചിപ്പോൾ തർക്കമുണ്ട്. പഞ്ചായത്ത് കൊടുക്കണം, നമ്മൾ പറയുന്നത് ഗവൺമെന്റ് തരണം. അതിന്റെ വിശദാംശം പോയില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സംവിധാനം നിലനിർത്താൻ ആവശ്യമായ പോരാട്ടം നമുക്ക് തുടരാൻ സാധിക്കണം. അതിശക്തമായ സമരം നടത്താൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഇവിടെ നിന്ന് നോക്കൂ. KV രാഗിനി അധ്യക്ഷയായി. NT ലക്ഷ്മി, K രാഘവൻ, V സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു. ആദിവാസി ക്ഷേമസമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കൺവെൻഷന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ആദിവാസി ക്ഷേമസമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചായിരുന്നു നടന്നത്. വയനാട് MLA OR കേളു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും അസംഘടിതമായി കടന്നിട്ടുള്ള ഒരു ജനവിഭാഗമാണ് നമ്മുടെ ആദിവാസികൾ എന്ന് പറയുന്നത്. AKS ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് P കുഞ്ഞിരാമൻ അധ്യക്ഷനായി. SLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ബിരുദാനന്തര എൻട്രൻസ് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു.
സി കുഞ്ഞിക്കണ്ണൻ, പ്രൊഫസർ MC രാജു, KV രാഘവൻ, MC മാധവൻ, ഒക്ലാവ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ പോലീസ് അസോസിയേഷന്റെയും റെസിഡൻസ് അസോസിയേഷന്റെയും കൂട്ടായ്മകൾ സൗജന്യ ഭവന പദ്ധതിക്ക് രൂപം നൽകി. മതങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ നിലനിർത്തുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കടയടപ്പ് സമരം ജില്ലയിൽ പൂർണ്ണമായി. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വ്യാപാരികൾ പിക്കറ്റ് ചെയ്തു. പെട്രോൾ പമ്പുടമകളും സമരത്തിൽ. വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജില്ലയിൽ പണിമുടക്കിയ നഴ്സുമാർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ പ്രതിഷേധം. DYFI പ്രവർത്തകർ ബുധനാഴ്ച പാലക്കുന്നിലും കാഞ്ഞങ്ങാട്ടും റോഡ് ഉപരോധിക്കും. മദ്യവിരുദ്ധ സമരം 100 ദിവസം പിന്നിട്ടിട്ടും പരിഹാരമില്ല. കുമ്പള നാരായണമംഗലത്ത് സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ വ്യാപക പ്രതിഷേധത്തിൽ. കാസർഗോഡ് മുതൽ കോട്ടയം വരെ മിന്നൽ ബസ് സർവീസിന് തുടക്കം കുറിച്ച് KSRTC. KSRTCയുടെ രണ്ടാമത്തെ ദീർഘദൂര സർവീസിന് കാസർഗോഡ് ഡിപ്പോയിൽ നിന്നും ഉജ്ജ്വല തുടക്കം. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.